നമ്മുടെ ട്രംപ് ശരിക്കും ഏലിയൻ ആണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ശരിക്കും അമേരിക്കയാണല്ലോ നിലവിൽ നമ്മുടെ ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം. അപ്പൊ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിന്റെ തലവനും ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് തന്നെയാണ്. നാസയാണ് നിലവിൽ നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള സ്പേസ് ഏജൻസി. ആ നാസ ഈ അടുത്തായിട്ട് പൂട്ടിയിരിക്കുകയാണ്. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്? അമേരിക്കയിലെ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഫണ്ടിങ്ങിൽ വരുത്തിയ വെട്ടിക്കുറയ്ക്കല് നാസയുടെ പ്രവർത്തനത്തെയും നന്നായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. അതുമൂലമാണ് നാസ പ്രവർത്തനം നിർത്തിവെച്ചത് എന്നാണ് വെബ്സൈറ്റിലൂടെ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ പുതിയ സ്പേസ് അപ്ഡേറ്റുകളോ സോഷ്യൽ മീഡിയ അപ്ഡേറ്റുകളോ ഒന്നും നാസയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഒരു വാൽനക്ഷത്രമാണോ അതോ അന്യഗ്രഹ ജീവികളുടെ വാഹനമാണോ എന്നൊക്കെ സംശയിക്കുന്ന തരത്തില് ഒരു ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മുടെ സൗരയൂഥത്തിൽ എത്തിയിട്ടുണ്ട്. കറക്റ്റ് അത് ചൊവ്വയുമായും നമ്മുടെ സൂര്യനുമായും ഒക്കെ ഏറ്റവും അടുത്തുകൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് തന്നെ നാസയ്ക്കും പൂട്ടുവീണത് ഏറെ സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. 3i അറ്റ്ലസ് എന്ന് പേരിട്ടിട്ടുള്ള ഈ വസ്തു ഒരു വാൽനക്ഷത്രമല്ല, മറിച്ചൊരു അന്യഗ്രഹ ജീവികളുടെ പേടകമാണ് എന്ന് സംശയിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളാണ് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടി അന്യഗ്രഹ ജീവികൾ ട്രംപിനെ കൂട്ടുപിടിച്ച് നാസയെ പൂട്ടിയതാണോ എന്ന് പോലും നമുക്ക് സംശയിക്കാം. കാരണം നിലവിൽ നാസയാണല്ലോ ഇതിന്റെ ഏറ്റവും ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. 3i അറ്റ്ലസിന്റെ അസാധാരണമായ വലിപ്പവും നല്ല വേഗതയിലുള്ള സഞ്ചാരവും അസാധാരണമായ തിളക്കവും പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള മറ്റ് വാൽനക്ഷത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മൂലകങ്ങളും എല്ലാം ഇതൊരു വാൽനക്ഷത്രമാണ് എന്നതിലുപരി അന്യഗ്രഹ ജീവികളുടെ പേടകമാണ് എന്ന സംശയമാണ് ഉയർത്തുന്നത്. ട്രംപും അന്യഗ്രഹ ജീവികളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കുമോ? അല്ലെങ്കിൽ ട്രംപ് ഒരു അന്യഗ്രഹ ജീവിയാണോ? ശരിക്കും നിങ്ങൾക്കെന്നാ തോന്നുന്നത്?